everyone, welcome to Mastermind. ഞാൻ റീമ. അപ്പോൾ കുറച്ച് നാളെ നമ്മൾ കണ്ടിട്ട് അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് പറഞ്ഞ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിനെ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏത് പാർട്ടിലാണ് എറർ എന്ന് കണ്ടുപിടിച്ചാൽ അതിന് എറർ ഒന്നും ഇല്ലെങ്കിൽ നോ എറർ എന്ന് പറയാം. അപ്പോൾ കുറേ മിസ്ലേനിയസ് ആയിട്ടുള്ള ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ഒരു കാര്യം, നിങ്ങളിത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, എല്ലാവരും പ്രാക്ടീസ് ചെയ്യട്ടെ. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. He is jealous for my success and wants to destroy me. He is jealous for my success. Always say jealous of something. Okay, he is jealous of me. He is jealous of my house. He is jealous of my belongings. Okay, jealousന്റെ കൂടെ നമ്മൾ ഓഫ് എന്നുള്ള പ്രൊപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് പാർട്ടിലായ ഫസ്റ്റ് പാർട്ട്. He is jealous of my success and wants to destroy me. Okay, jealous of something എന്നേ പറയാവുള്ളൂ. ഓക്കെ, എന്നാ ബാ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Question number 2. When the stranger saw me, he seemed to recognize me and asked me what was my name. A very important question. ഓക്കെ, നോ എറർ എന്ന് ഒറ്റയടിക്ക് തോന്നുമെങ്കിലും എറർ ഉണ്ട്. വെൻ ദ സ്ട്രേഞ്ചർ സോ മീ, സ്ട്രേഞ്ചർ എന്നെ കണ്ടപ്പോൾ, ഹി സീം ടു റെക്കഗ്നൈസ് മീ. ഓക്കെ, എന്നെ മനസ്സിലാവുന്ന പോലെ തോന്നി. ആൻഡ് ആസ്ക് മീ വാട്ട് വാസ് മൈ നെയിം. സി, അയാൾ നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കും അല്ലേ? നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിക്കുന്നത് അങ്ങനെയാണ്, വാട്ട് ഈസ് യുവർ നെയിം, പേരെന്താ അല്ലേ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊരു ക്വസ്റ്റ്യൻ്റെയും ഫോർമാറ്റ്, നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കോ, വിൽ യു കം ടു നൈറ്റ്, Are you having breakfast? Shall I go there? ഏതൊരു ക്വസ്റ്റ്യൻ എടുത്താലും ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? എപ്പോഴും ഹെൽപ്പിംഗ് വേർബ് ആദ്യം. ഓക്കെ, നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ റെഫറൻസ് ആയിട്ട് എടുത്തോളൂ, അതിൻ്റെ പാറ്റേൺ ഹെൽപ്പിംഗ് വേർബ് ആണ് ആദ്യം, എന്നിട്ടാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്. ആണല്ലോ. ഇപ്പോൾ ഇവിടെ ഇതൊരു സാധാ സെൻറ്റൻസ് അല്ലേ? നമുക്ക് ക്ലൂ തന്നിട്ടുണ്ട്, ഒരു ഫുൾ സ്റ്റോപ്പോടെ തന്നിട്ടുണ്ട്. ഇതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമല്ല. അതായത് സ്ട്രേഞ്ചർ എന്നെ കണ്ടപ്പോഴത്തേക്കും കുറച്ച് ഫെമിലിയറൈസ്ഡ് ആയിട്ട് ആൾക്ക് തോന്നി, ഒരു ഫെമിലിയർ ഫേസ് പോലെ തോന്നി. എന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. റിപ്പോർട്ടഡ് സ്പീച്ചാണ്, ഇൻഡയറക്റ്റ് ഫോമാണ്, ഇതൊരു ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ ഇതൊരു സാധാ സെൻറ്റൻസ് ആകുമ്പോൾ വീണ്ടും വാട്ട് വാസ് മൈ നെയിം എന്നാണോ വരണ്ടേ? അല്ല, വാട്ട് മൈ നെയിം വാസ് എന്ന് വരണം. കാരണം ഇതൊരു സാധാ സെൻറ്റൻസാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ കൊടുക്കത്തുള്ളൂ. സാധാ സെൻറ്റൻസ് വരുമ്പോൾ നമുക്ക് ആദ്യം സബ്ജക്റ്റ് വേണം, എന്നിട്ടേ നമ്മൾ ഹെൽപ്പിംഗ് വേർബ് കൊടുക്കും. അപ്പോൾ തേർഡ് പാർട്ടിലാണ് എറർ. വാട്ട് വാസ് മൈ നെയിം എന്നല്ല, വാട്ട് മൈ നെയിം വാസ് എന്ന് കൊടുക്കണം. ക്ലിയർ ആണല്ലോ? ഇത് ക്ലിയർ ആയെങ്കിൽ വേഗം ലൈക്ക് അടിച്ചേ. ഇനി ക്ലിയർ ആയില്ലെങ്കിൽ ഇപ്പോൾ ക്ലിയർ ആയല്ലോ, അപ്പോഴും ലൈക്ക് ചെയ്തോ കേട്ടോ വീഡിയോ. Next, the conference was attended by more than 100 delegates. The conference was attended. Okay, ആരാ? By more than 100 delegates. 100 കൂടുതൽ ആളുകൾ അല്ലെ, 100 കൂടുതൽ വിശിഷ്ടരായിട്ടുള്ള വ്യക്തികൾ ആ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്തിരുന്നു. എററൊന്നും ഇല്ല. കോൺഫറൻസ് വാസ് അറ്റൻഡഡ് by more than 100 delegates. No error. So S ആണ് ആൻസർ. ഓക്കെ, ഒരു എററും ഇല്ല. എറർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസും വരാം കേട്ടോ. നമ്മൾ എപ്പോഴും ഓർക്കരുത്, നമ്മുടെ അടുത്ത് ഒരു 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം എറർ ഇല്ലാത്തതായിരിക്കാം. അപ്പോൾ ഇവിടെ എന്താണല്ലോ എററൊന്നും ഇല്ല. മോർ ദാൻ 100 ഡെലിഗേറ്റ്സ്, എറർ ഇല്ല. ഓക്കെ, നെക്സ്റ്റ്. മൈ ബ്രദർ അലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആർ ഗോയിങ് ഓൺ എ ടൂർ. ഇത് ആരാ ഇതിനകത്ത് താരം എന്നറിയോ? അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, അല്ലെങ്കിൽ വിത്ത്, ഇങ്ങനത്തെ കണക്ടേഴ്സ് കണ്ടു കഴിയുമ്പോൾ ഓക്കെ, ആരൊക്കെയാ? അലോങ് വിത്ത്, അല്ലെങ്കിൽ ടുഗെദർ വിത്ത്, അതും അല്ലെങ്കിൽ വിത്ത്, ഇങ്ങനത്തെ താരങ്ങളെയൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം. ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം. അത് ശ്രദ്ധിച്ചോണം. ആദ്യത്തെ സബ്ജക്റ്റ് ആരാ ഇവിടെ? ബ്രദർ. ബ്രദർ സിംഗുലർ അല്ലേ? ആണ്. അപ്പോൾ വേർബും സിംഗുലർ ഇസ് ഗോയിങ് എന്ന് കൊടുക്കണം. ഓക്കെ, ഇവരെ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. വിത്ത്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, അസോസിയേറ്റഡ് വിത്ത്. ഓക്കെ, ഇനിയുണ്ട് ആസ് വെൽ ആസ്. ഇങ്ങനെയുള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആദ്യത്തെ സബ്ജക്റ്റ് ആരാണോ അതിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സബ്ജക്റ്റ് ബ്രദർ ആണ്, ബ്രദർ സിംഗുലർ ആണ്, വേർബും സിംഗുലർ ഇസ് ഗോയിങ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ കണക്ടേഴ്സ് കാണുമ്പോൾ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. എറർ എന്തിയെ? തേർഡ് പാർട്ടാണേ. നെക്സ്റ്റ് 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. She enquired from the stranger who was he and what he wanted from her. നോക്കിക്കേ, നമ്മളിപ്പോൾ പറഞ്ഞ സെയിം ഫോമാറ്റ്.
അയാളല്ല അവൾ സ്ട്രേഞ്ചറിൽ നിന്നും വിവരങ്ങൾ തിരക്കി. അയാൾ ആരാണെന്നും അയാൾക്ക് എന്ത് വേണമെന്നും മീൻസ് ചോദിച്ചറിഞ്ഞു അല്ലേ. ഇവിടെ കണ്ടോ, ഇവിടെ വാട്ട് ഹീ വാണ്ടഡ്, വാട്ട് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ആണ്, എന്നിട്ട് ആ വേർബ് വന്നിരിക്കുന്നത്. ഡിഡ് വോണ്ട് എന്നുള്ളതാണ് വാണ്ടഡ് എന്നുള്ളത്. ഡിഡ് വോണ്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് ആ ഡിഡ് വോണ്ട് എന്നുള്ള സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതിന് ഒരുമിച്ച് അങ്ങ് വാണ്ടഡ് എന്നങ്ങ് എഴുതിയതേ ഉള്ളൂ. കണ്ടോ, ഫോർമാറ്റ് എന്താ, സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വേർബ് വരുന്നത്. അതൊരു സാധാ സെൻറ്റൻസിൻ്റെ ഫോർമാറ്റാണ്, സമ്മതിച്ചു. പക്ഷെ ഇപ്പുറത്തെ എന്താ, ഹൂ വാസ് ഹീ. വീണ്ടും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുവാണോ, ഹൂ ആർ യു എന്നുള്ള അല്ല, ഹൂ ഹീ വാസ് എന്നാണ്. തെറ്റിച്ച് എഴുതിയിരിക്കുന്നത് ഹൂ ഹീ വാസ്. കാരണം കണ്ടോ, ക്വസ്റ്റ്യൻ അല്ല ഇത്, സാധാ സെൻറ്റൻസ്. അപ്പോൾ സബ്ജക്റ്റ് വേണം ആദ്യം. ഇപ്പുറത്തെ സബ്ജക്റ്റ് ആണല്ലോ ആദ്യം അല്ലേ. പിന്നെ ഇവിടെ മാത്രം എന്താ പ്രത്യേകത, കാരണം ഈ ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരേപോലത്തെ സാധനങ്ങൾ വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. അപ്പോൾ ഒരിടത്തൊരു സാധാ സെൻറ്റൻസ് ആണെങ്കിൽ ഇപ്പുറത്തും സാധാ സെൻറ്റൻസ് ആണ്. ഇവിടെ ഫോർമാറ്റ് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, സബ്ജക്റ്റ് ആദ്യം പിന്നെ ആ വേർബ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തും സെയിം തന്നെ വേണം, സബ്ജക്റ്റ് ആദ്യം, ഹൂ ഹീ വാസ്. ഞാൻ നേരിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഹൂ ആർ യു എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഡു യു വാണ്ട് എന്ന് ചോദിക്കാം. പക്ഷേ ഇതൊരു ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും സാധാ സെൻറ്റൻസ് ആക്കി മാറ്റുമ്പോൾ സാധാ സെൻറ്റൻസിൻ്റെ പാറ്റേൺ വരണം. എന്താ സാധാ സെൻറ്റൻസിൻ്റെ പാറ്റേൺ, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേർബ്. ഓക്കെ ആണേ. അപ്പോൾ എറർ എന്ത് ചെയ്യും, ബി പാർട്ടിൽ. ഓക്കെ, സോ ഐ ഹോപ്പ് ദീസ് 5 questions are clear. Moving on to the next question. It is all well known that women are generally in favor of light topics like jokes and expressions that causing laughter all around. ഓക്കെ, അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വിമൻ ആർ ജനറലി ഇൻ ഫേവർ ഓഫ് ലൈറ്റ് ടോപ്പിക്സ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ലൈറ്റ് ടോപ്പിക്സ് ആണ് ഇഷ്ടം. എന്ന് പറഞ്ഞാൽ കുറച്ച് ജോക്സും അല്ലേ, ചിരി ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പൊതുവെ വിമന് ഇഷ്ടം അല്ലേ. സ്ത്രീകൾക്ക് അതാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നോ എറർ ആണോ? ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് നോക്കിക്കേ. എന്താ പറഞ്ഞിരിക്കുന്നത്, ലൈറ്റ് ടോപ്പിക്സ് ലൈക്ക് ജോക്സ് ആൻഡ് എക്സ്പ്രഷൻസ്. ഈ സബ്ജക്റ്റ് പ്ലൂറൽ അല്ലേ, ജോക്സും എക്സ്പ്രഷൻസെന്നും അല്ലേ പറഞ്ഞിരിക്കുന്നത്. സബ്ജക്റ്റ് പ്ലൂറൽ അല്ലേ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ അല്ലേ. പിന്നെ എവിടെ നിന്നാണ് ഈ ING കയറി വന്നത്, ദറ്റ് കോസ് എന്ന് കൊടുത്താൽ മതി, ദറ്റ് കോസ്. ഓക്കെ, സബ്ജക്റ്റ് അവിടെ പ്ലൂറലാണ്, അതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വേർബും പ്ലൂറലാണ്. ഏതാ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, 4th പാർട്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം ചില ഏരിയയൊക്കെ ഡൗട്ട് തോന്നും, മിസ്സേ അതൊക്കെ എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഒരു ഡൗട്ട് തോന്നും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എല്ലാം നമ്മൾ നമ്മുടെ ആപ്പിനകത്ത് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കണ്ടിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ നോക്കുക, വിളിക്കുക, നമ്മുടെ ബാച്ചിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കാരണം ഇപ്പോൾ ചിലരൊക്കെ ഫസ്റ്റ് ടൈം ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടത്തില്ല. അപ്പോൾ നമുക്കൊരു കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ഉണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് റെഗുലറായിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ അഗാധങ്ങളിലേക്ക് പോകണമെങ്കിൽ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഓക്കെ, നെക്സ്റ്റ് 7. The reason for his failure is because he did not work hard. എന്താണ് അയാളുടെ തോൽവിക്ക് കാരണം? He did not work hard അല്ലേ. So the reason for his failure is because. കാരണം ഓൾറെഡി പറയുന്ന റീസൺ ഇതാണെന്ന് പറയുന്നുണ്ട്, he did not work hard. പിന്നെ എന്തിനാ ബിക്കോസ് പറയുന്നത്? മനസ്സിലായോ? സൂപ്പർഫ്ലൂവസ് അല്ലേ. കാരണം ഇതാണെന്ന് പറഞ്ഞിട്ട് the reason is he did not work hard. പിന്നെയും ബിക്കോസ് കൊടുക്കണോ അവിടെ? വേണ്ട. അപ്പോൾ റീസൺ അവിടെ ഓൾറെഡി പറയുന്നുണ്ട് അല്ലേ, he did not work hard. So the reason is he did not work hard. അപ്പോൾ ഒരേ മീനിങ്ങിൽ 2 പ്രാവശ്യം പറയണോ? കാരണം ഇന്നതാന്ന് പറയുന്നുണ്ട്, പിന്നെയും ബിക്കോസ് എന്ന് വേണ്ട. ആ ബിക്കോസ് അങ്ങ് മാറ്റിക്കോ, ബി പാർട്ടിലാണ് എറർ. ഓക്കെ, നെക്സ്റ്റ് 8th one. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ. The mother yearns for her only child. yearns എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ്, അതായത് ഭയങ്കര ഡിസയറാണ്. കുട്ടിക്ക് വേണ്ടിയാണ് ആ അമ്മ ജീവിക്കുന്നത്. yearns for her only child. എററൊന്നും ഇല്ല കേട്ടോ. കാണുമ്പോൾ നമുക്ക് എററുണ്ടോ എന്നൊരു തോന്നൽ. yearns എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അയ്യോ എന്താണത്, മീൻസ് ആ ഒരു ഡിസയറാണ്, കുട്ടിക്ക് വേണ്ടി ജീവിക്കണം, കുട്ടിക്ക് വേണ്ടി എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ അമ്മയ്ക്കുള്ളൂ. there is no error. ഓക്കേ, നോ എറർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാം കേട്ടോ. നെക്സ്റ്റ്, ദിസ് ഗ്രൂപ്പ് ഓഫ് റൂറൽ അച്ചീവേഴ്സ് ഇസ് വെരി ഡിഫറെൻറ്റ് ദാൻ ദി വൺസ് ഇൻ ദ പാസ്റ്റ്. ഞാനിവിടെ എന്തെങ്കിലും കമ്പയർ ചെയ്യുന്നുണ്ടോ? ഡിഫറെൻറ്റ് ദാൻ എന്ന് പറയാൻ ഒന്നിൽ നിന്നും വ്യത്യസ്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് റൂറൽ അച്ചീവേഴ്സ് പണ്ടുണ്ടായിരുന്ന ഗ്രൂപ്പിനെക്കാട്ടിലും അതിൽ നിന്നും വ്യത്യസ്തരാണ് എന്നാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ദാൻ അല്ല, ഡിഫറെൻറ്റ് ഫ്രം എന്നാണ് പറയുന്നത്. ഡിഫറെൻറ്റ് ഫ്രം എന്നാണ് പറയുന്നത്. ഡിഫറെൻറ്റ് ഫ്രം.
എ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ബി. ഡിഫറെൻറ്റ് ഫ്രം ദാൻ വരുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുവാന്നല്ലേ മീൻ ചെയ്യുന്നത് അല്ലേ. എ ഈസ് ടോളർ ദാൻ ബി അല്ലെങ്കിൽ എ ഈസ് ഷോർട്ടർ ദാൻ ബി. ഇവിടെ നമ്മൾ കമ്പാരിസൺ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഇതിൽ നിന്നും വ്യത്യസ്തം എന്നാണ് പറയുന്നത്. അപ്പം ഡിഫറെൻറ്റ് ഫ്രം എന്നാണ് വരേണ്ടത് കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ്, the country has adequate laws but problems arise when these are not implemented in letter and spirit. The country has adequate laws, ആവശ്യത്തിൽ കൂടുതൽ നല്ല ലോസ് ഒക്കെ ഉണ്ട്. ബട്ട് പ്രോബ്ലംസ് അറൈസ് വെൻ ദീസ് ആർ നോട്ട് ഇംപ്ലിമെൻറ്റഡ് ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ്. പറയുമ്പോൾ എല്ലാ ലോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഇത് ശരിക്കും വാക്കിലും പ്രവൃത്തിയിലും, വാക്കി മാത്രമല്ല പ്രവൃത്തിയിലും എല്ലാം ഇത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അല്ലാണ്ട് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. അപ്പോൾ എററുണ്ട്. ദ കൺട്രി ഹാസ് ആഡിക്വേറ്റ് ലോസ് ബട്ട് പ്രോബ്ലംസ് അറൈസ് വെൻ ദീസ് ആർ നോട്ട് ഇംപ്ലിമെൻറ്റഡ് ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ്. നോ എറർ. അവിടെ എററൊന്നും ഇല്ല, കറക്റ്റാണ്. ഇതും എറർ ഫ്രീ ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ്, ക്വസ്റ്റൻ നമ്പർ 11. ഓക്കെ, ഇറ്റ് ഹാസ് ടേക്കിംഗ് ഓൾമോസ്റ്റ് എ ഇയർ ഫോർ ഇന്ത്യ ടു ലെറ്റ് ഇറ്റ്സ് പെസിമിസം ട്രാൻസ്ലേറ്റ് ഇൻ ടു ഫ്യൂവർ ജോബ്. എന്തെങ്കിലും കണ്ട് പരിചയം ഉണ്ടോ ഈ ഒരു ക്വസ്റ്റൻ? ആരാണിവിടെ? ഹാസിനെ കണ്ടോ? ഹാസ് എന്നോ ഹാവ് എന്നോ ഹാഡ് എന്നോ വന്നാൽ കൂടെ തേർഡ് ഫോം ഓഫ് വേർബ് യൂസ് ചെയ്യണം അല്ലേ. ഹാസ്, ഹാവ്, ഹാഡ് ഇതിൽ ആരെ കണ്ടാലും എന്ത് ചെയ്യണം? തേർഡ് ഫോം ഓഫ് വേർബേ യൂസ് ചെയ്യാവുള്ളൂ. എന്നിട്ട് ഇത് തേർഡ് ഫോം ആണോ? ING ഫോം അല്ലേ? അപ്പോൾ അതാണ് മിസ്റ്റേക്ക്. ഇറ്റ് ഹാസ് ടേക്കൺ ഓൾമോസ്റ്റ് എ ഇയർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ എറർ. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ബേസിക് സാധനങ്ങളാണ്. പക്ഷേ ക്വസ്റ്റ്യൻസിൽ കണ്ടു കഴിയുമ്പോൾ ചിലപ്പം തെറ്റിക്കരുത് കേട്ടോ. നെക്സ്റ്റ്, ദ ക്ലൈമറ്റ് ഓഫ് മുംബൈ ഈസ് ബെറ്റർ ദാൻ ഹൈദരാബാദ്. ഓക്കെ, നോ എറർ അല്ലേ. ഒന്നുകൂടെ വായിച്ചേ. ദ ക്ലൈമറ്റ് ഓഫ് മുംബൈ ഈസ് ബെറ്റർ ദാൻ ഹൈദരാബാദ്. നമ്മൾ എന്താ കമ്പയർ ചെയ്യുന്നത്? മുംബൈയിലെ ക്ലൈമറ്റ് ആണല്ലോ. ഓക്കെ, എന്നിട്ട് ഇപ്പുറത്ത് എന്താ നമ്മൾ കമ്പയർ ചെയ്യുന്നത്? ഹൈദരാബാദും. ശരിയാണോ? ഒരിടത്ത് മുംബൈയുടെ ക്ലൈമറ്റും മറ്റിടത്ത് ഹൈദരാബാദും. ശരിക്കും എന്താ വേണ്ടത്? രണ്ടിടത്തെയും ക്ലൈമറ്റ് അല്ലേ കമ്പയർ ചെയ്യേണ്ടത്? മുംബൈയുടെ ക്ലൈമറ്റും ഹൈദരാബാദിൻ്റെ ക്ലൈമറ്റും ആണ് എനിക്ക് കമ്പയർ ചെയ്യേണ്ടത് അല്ലേ. പക്ഷേ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താ? ഒരിടത്തെ ക്ലൈമറ്റും മറ്റേ സ്ഥലവും. ക്ലൈമറ്റും സ്ഥലവും കൂടെയല്ല, രണ്ട് സ്ഥലങ്ങളിലെയും ക്ലൈമറ്റുകൾ തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ കറക്റ്റ് ചെയ്ത് എങ്ങനെ വരും? ദ ക്ലൈമറ്റ് ഓഫ് മുംബൈ ഈസ് ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് ഹൈദരാബാദ്. ഇപ്പോൾ ഈ ദാറ്റ് ഓഫ് എന്താ? ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്ലൈമറ്റിനെ റെഫർ ചെയ്യും. മനസ്സിലായോ? സോ ദ ക്ലൈമറ്റ് ഓഫ് മുംബൈ ഈസ് ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് ഹൈദരാബാദ്. ഇതാണ് ദാൻ ദാറ്റ് ഓഫ് ഹൈദരാബാദ്. അപ്പോൾ ഇപ്പോൾ രണ്ടിടത്തെയും ക്ലൈമറ്റാണ്. മറ്റേത് മുംബൈയും ഹൈദരാബാദും അല്ല. നമുക്ക് മുംബൈയിലെ ക്ലൈമറ്റും പിന്നെ ഹൈദരാബാദിലെ ക്ലൈമറ്റ്. ഈ ദാറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ റെഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ എറർ എവിടെയാണ്? ദ തേർഡ് പാർട്ടിലെ. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം കേട്ടോ എറർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. ഹി വാസ് ഫോർ ഓൾ സെല്ലിങ് ദ കാർ ആൻഡ് ബൈയിങ് എ ബൈസൈക്കിൾ. എന്ന് വെച്ചാൽ അതായത് അയാളെല്ലാം മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു. എന്തിനാ? കാറ് സെല്ല് ചെയ്യുക, കാറ് വിറ്റിട്ട് ഒരു ബൈസൈക്കിൾ അല്ലേ. അങ്ങനെ ശരിക്കും ആരെങ്കിലും ചെയ്യുക? നേരെ തിരിച്ചല്ലേ സാധാരണ ചെയ്തത്. അതായത് ബൈസൈക്കിൾ വിറ്റിട്ട് കാറ് മേടിക്കുകയാണ്. ഇത് പക്ഷേ നേരെ തിരിച്ചാണ്. കാറ് വിറ്റിട്ട് ബൈസൈക്കിൾ മേടിക്കാനായിട്ട് അയാൾ ഓൾ സെറ്റ് ആയിരുന്നു എന്നാണ്. ഓൾ സെറ്റ്. ഓക്കെ, അപ്പോൾ അതിന് അയാൾ റെഡി ആയിരുന്നു എന്ന് കാണിക്കാൻ ഹി വാസ് ഫോർ ഓൾ അല്ല, ഹി വാസ് ഓൾ ഫോർ. ഓക്കെ, ഹി വാസ് ഓൾ ഫോർ സെല്ലിങ് ദ കാർ. അതായത് ഫുൾ സെറ്റാണ്. കാറ് വിൽക്കുക, അടുത്ത ദിവസം ബൈസൈക്കിൾ മേടിക്കുക. ഇതാണ് ആളുടെ പ്ലാൻ. അപ്പം ആൾ മൊത്തത്തിൽ സെറ്റാണ്, റെഡിയാണ് എന്നാണ് മീനിങ്. ഹി വാസ് ഓൾ ഫോർ സെല്ലിംഗ് എന്നാണ് പറയുന്നത്. പ്രിപ്പയർഡ് ആണ്, റെഡിയാണ് എന്ന മീനിങ്ങാണ് കേട്ടോ. നെക്സ്റ്റ് 14. These companies have been asked to furnish their financial details and information about its board members. ഓക്കെ, ഈ കുറച്ച് കമ്പനീസിൻ്റെ അടുത്ത് അവരോട് പറഞ്ഞിട്ടുണ്ട് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും ഇൻഫർമേഷനും വേണം. ആരെ പറ്റിയാ? ബോർഡ് മെമ്പേഴ്സിനെ കുറിച്ച് അല്ലേ. അവരുടെ ബോർഡ് മെമ്പേഴ്സാണ്. അപ്പോൾ ഇറ്റ്സ് അല്ല. അപ്പം ബോർഡ് മെമ്പേഴ്സ് ഉദ്ദേശിക്കുന്നത് തന്നെ മനുഷ്യരാണല്ലോ. അപ്പോൾ അവരുടെ എന്ന് പറയുമ്പോഴത്തേക്കും ദെയർ ബോർഡ് മെമ്പേഴ്സ് ആണ്, അതിൻ്റെ അല്ല ദെയർ ബോർഡ് മെമ്പേഴ്സ്. അപ്പം ഇത്രയും കമ്പനീസിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ബോർഡ് മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എല്ലാം കൊടുക്കണമെന്ന്. അപ്പോൾ അവരുടെ എന്ന് പറയുമ്പോൾ ദെയർ ബോർഡ് മെമ്പേഴ്സാണ് കേട്ടോ.
നെക്സ്റ്റ് നമുക്കൊരു 20 ക്വസ്റ്റ്യൻസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ. ആക്ടിങ് ഓൺ എ ടിപ്പ് ഓഫ് ദി ആൻറ്റി റോബറി സ്ക്വാഡ് ലെഡ് ബൈ ഇൻസ്പെക്ടേഴ്സ് ലേഡ് എ ട്രാപ്പ് ഫോർ ദി റോബേഴ്സ്. ആക്ടിങ് ഓൺ എ ടിപ്പ് ഓഫ് ദി ആൻറ്റി റോബറി സ്ക്വാഡ്. ഓക്കെ, അവരെ ആരാ നയിച്ചത്? ലെഡ് ബൈ ഇൻസ്പെക്ടേഴ്സ് ലേഡ് എ ട്രാപ്പ് ഫോർ ദ റോബേഴ്സ്. അവരൊരു ട്രാപ്പ് വിരിച്ചു. എററൊന്നുമില്ല, നോ എററാണ്. ഈ ലേഡ് എന്ന് പറഞ്ഞാൽ ലേഡ്, മൂന്നാമത്തതാണ് ലെയിൻ. ഇതാണ് 3 ഫോംസ് എന്ന് പറയുന്നത്. ലേഡ്, ലെയിൻ. ഓക്കെ ഓക്കെ. വേറെ ഒരെണ്ണമുണ്ട്, ലേ, പിന്നെ അല്ല, അതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്, മാറിപ്പോയി. അതായത് ഇതിനകത്ത് ഈ ക്വസ്റ്റ്യനകത്ത് എററൊന്നുമില്ല. ഓക്കെ, അത് സംഭവിച്ചല്ലോ. നമുക്ക് ഞാൻ 2 എണ്ണം പറയാം, 2 അല്ല 3 ഉണ്ട് ശരിക്കും. ലൈ പിന്നെ ലേ. ഓക്കെ, 3 എണ്ണമാണ്. നേരത്തെ പറഞ്ഞൊന്ന് മറന്നേക്കൂ. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് എററൊന്നും ഇല്ല. ഇനി ലൈ, ഒന്ന് കള്ളം പറയുക എന്നുള്ളൊരു ലൈ ഉണ്ട്, അത് ലൈഡുമാണ്. പാസ്റ്റും, അതായത് ഇത് V1 V2 V3, പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ലൈഡാണ്. കള്ളം പറഞ്ഞു, കള്ളം പറയുക, ലൈഡ്. ഇനി ഈ രണ്ടാമത്തെ ലൈ കിടക്കുക എന്നാണ്, അത് ലേ പിന്നെ ലേനാണ്. ഓക്കെ, ലേ. ഇനി മൂന്നാമത്തത് ലേ, ഇടുക, ഈ മുട്ടയിടുക എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ഇടുക, അതാണ് ലേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇടുകയാണ് ദേ ഇവിടെ. അതായത് അവർ ട്രാപ്പ് വിരിച്ചു, ഒരു ട്രാപ്പ് ഇട്ടു എന്ന മീനിങ് ആണ്. അപ്പോൾ ഇത് 3 ജസ്റ്റ് ഒന്ന് അറിഞ്ഞുതരാൻ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യത്തെ ലൈ കള്ളം പറയുക, ലൈഡ്. പിന്നത്തെ ലൈ എന്ന് പറഞ്ഞാൽ കിടക്കുക, അപ്പോൾ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലേനാണ്. അടുത്തത് ലേ, ദ ഹെൻ ലേസ് എഗ്സ് എന്ന് പഠിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ ഹെൻസ് ലേ എഗ്സ് എന്ന് പഠിച്ചിട്ടില്ലേ, അതാണ് ലേഡ്. ഓക്കെ, അപ്പോൾ ഇടുക. അപ്പം ഈ ഒരു വലിയൊരു ആൻറ്റി റോബറി സ്ക്വാഡ്, അത് ഇൻസ്പെക്ടേഴ്സാണ് അതിനെ നയിച്ചത്. അവരൊരു വലിയൊരു വല വിരിച്ചു, അതാണ് മീനിങ്. ഇവിടെ എററൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ, വീഡിയോ ലൈക്ക് ചെയ്യൂ. I was pretty sure that he would support me for changing the age-old and static structure of our organization. I was pretty sure that he would support me for changing. Allah, he would support me. എന്തിന് സപ്പോർട്ട് ചെയ്യും? To change. Okay, to change the age-old and static structure. അതായത് എനിക്ക് ഉറപ്പായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യും. എന്തിനാ? ഇന്നത് ചേഞ്ച് ചെയ്യാൻ, അല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ചേഞ്ച് ചെയ്യാനായിട്ട്. ഏജ് ഓൾഡ് സ്റ്റാറ്റിക് സ്ട്രക്ചർ, ഈ പഴഞ്ചൻ സ്ട്രക്ചറുണ്ട്, ഞങ്ങളുടെ ഓർഗനൈസേഷനിലെ പഴഞ്ചൻ സ്ട്രക്ചറുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിമറിക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഉറപ്പായിരുന്നു. സപ്പോർട്ട് മീ ടു ചേഞ്ച് എന്നാണ്. അപ്പോൾ ഏതാ RPQR? ആറിലാണ് സെക്കൻഡ് പാർട്ട്, സോറി തേർഡ് പാർട്ട്, 6ൽ. ശരിയാണോ? P, ഇത് Q, 6ൽ തന്നെയാണ് അല്ലേ? 6 ഇത്രയും വലുതാണ്. ഓക്കെ, മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്താലും മാർക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. നെക്സ്റ്റ്, നോ മാൻ ക്യാൻ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് അൺലെസ് ഹി അപ്ലൈ ഹിംസെൽഫ് കണ്ടിന്യൂലി ടു ഹിസ് ആർട്ട്. നോ മാൻ ക്യാൻ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് അൺലെസ് ഹി സിംഗുലർ ആണ്, വെർബും സിംഗുലർ ആവണം. അപ്ലൈസ് എന്നാണ്, അപ്ലൈസ്. സബ്ജക്ട് സിംഗുലർ, വെർബ് സിംഗുലർ. തേർഡ് പാർട്ടിലാണ് എറർ കേട്ടോ. അൺലെസ് ഹി അപ്ലൈസ് ഹിംസെൽഫ് കണ്ടിന്യൂലി ടു ഹിസ് ആർട്ട്. അപ്പം ആർക്കും വലിയൊരു ആർട്ടിസ്റ്റ് ആവാൻ പറ്റില്ല അൺലെസ് അയാൾ നന്നായിട്ട് വർക്ക് ചെയ്യാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ആൾ ഒരു കാര്യത്തിനായിട്ട് ഡിവോട്ട് ചെയ്താൽ മാത്രമേ അയാൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ എന്ന മീനിങ്. അപ്പം അവിടെ സബ്ജക്ട് വെർബ് എഗ്രിമെൻ്റ് ആണ്. ഹി സിംഗുലർ, വെർബും സിംഗുലർ, അപ്ലൈസ്. നെക്സ്റ്റ് 18, road developers unable to complete their projects on time will not be awarded new ones. സമയത്തിന് പണി കംപ്ലീറ്റ് ചെയ്യാത്ത റോഡ് ഡെവലപ്പേഴ്സിന് ഇനി പുതിയത് തരത്തില്ല, കൊടുക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? എക്സാക്ട് ടൈമാണ്. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ എക്സാക്ട് ടൈം, കൃത്യസമയം എന്നാണ് ഓൺ ടൈമിൻ്റെ മീനിങ്. ഓക്കെ,
നമുക്ക് എന്താ വേണ്ടത്, ഇന്ന സമയത്തിനുള്ളിൽ എന്നതാണ്. അതുകൊണ്ട് ഇൻ ടൈം. ഈ ഇങ്ങനത്തെ കോൺട്രാക്റ്റ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കൃത്യം 4 മണിക്ക് തീർക്കണം എന്ന് നമ്മൾ പറയുമോ? ഒരു ഡിസംബറിനുള്ളിൽ, 6 മാസത്തിനകത്ത്, അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ എന്നല്ലേ പറയുന്നത്. അപ്പോൾ എക്സാക്ട് ടൈം ആണെങ്കിൽ മാത്രമേ നമ്മൾ ഓൺ ടൈം പറയാറുള്ളൂ കേട്ടോ. എക്സാക്ട് ടൈം ആണെങ്കിലാണ് ഓൺ ടൈം പറയുന്നത്. ഇൻ ടൈം എന്ന് പറഞ്ഞാൽ വിത്തിൻ, അതിനുള്ളിൽ എന്നതാണ്. ഓക്കെ, വിത്തിൻ ആ ടൈം. അപ്പോൾ ഇപ്പോൾ അതാണ് മീനിങ്. അതായത് ഇൻ ടൈം, ആ സമയത്തിനുള്ളിൽ. അവർക്ക് എത്ര നാളെ കൊടുത്തിരിക്കുന്ന അറിയില്ല, ചിലപ്പോൾ 3 വർഷത്തിനുള്ളിൽ. അപ്പോൾ അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് പുതിയത് കൊടുക്കില്ല എന്നാണ്. അപ്പോൾ ഏത് പാർട്ടായിട്ട് 2 ആണോ? അല്ല, 3, തേർഡ് പാർട്ടിൽ. ഓക്കെ, നെക്സ്റ്റ് 19. Neither of the scout leaders know how to trap wild animals or how to prepare them for mounting. Neither of the scout leaders. Neither വരുമ്പോൾ നമ്മൾ 2 സെലക്ട് ചെയ്യുന്നത് അല്ലേ. സ്കൗട്ട് ലീഡേഴ്സ് എത്ര പേരുണ്ട്? 2. അതിൽ ഒരാൾക്ക് പോലും എങ്ങനെയാണ് ട്രാപ്പ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ അവരെങ്ങനെ മൗണ്ടിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് ഒരു സ്കൗട്ട് ലീഡറിനെ പോലും അറിഞ്ഞുകൂടാ. ഓക്കെ, ഒരാൾ സിംഗുലർ, വെർബും സിംഗുലർ, നോസ് എന്ന് വരും കേട്ടോ. Neither of the scout leaders knows how to trap wild animals or how to prepare them for mounting. ഓക്കെ, 2 പേരിൽ ഒരാൾക്ക് പോലും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഒരാൾ സിംഗുലർ ആയിട്ട് വെർബ് സിംഗുലർ ആയിട്ട് കൊടുത്തു കേട്ടോ. ആൻഡ് മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഞാനത് റിപ്ലൈ തരാം. While these schools have a strong traditional hold, the reason for forming a consortium in India is to encourage cultural diversity for their institutes. ഇത്രയും ട്രഡീഷണൽ ഹോൾഡ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെല്ലാം ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി കൊണ്ടുവരണം. ഫോർ അല്ല, ഇൻ ദെയർ, ആ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെല്ലാം കൊണ്ടുവരണം എന്നാണ്. കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇൻ ദെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഏത് പാട്ടിൽ എറർ? 4th പാർട്ട്. ഓക്കെ, 4th പാർട്ടിലാണ് എറർ. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് വേണ്ടി എന്നല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഇങ്ങനെ ഒരു ഡൈവേഴ്സിറ്റി കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ കൊണ്ടുവരിക എന്നതാണ് ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഓക്കെ, യെസ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിലെ നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മളൊരു 20 എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇത് റെക്കോർഡഡ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാനതിന് റിപ്ലൈ തരാം. അപ്പോൾ അഗെയിൻ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ആൻഡ് ദിസ് ഇസ് റീമ സൈനിങ് ഓഫ്. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ടേക്ക് കെയർ.